ഇന്നത്തെ എൻ്റെ റെസിപ്പി റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന പച്ചരി കൊണ്ട് ഒരു അടിപൊളി ചോറ് തന്നെയാണ്. നെയ്ച്ചോറിൻ്റെയും ബിരിയാണിയുടെയൊക്കെ അതിലേറെ രുചിയിലുള്ള ഈ ഒരു ചോറ് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാവുന്നതാണ്. റേഷൻ കടയിലെ പച്ചരിയും പിന്നെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും മാത്രം മതി. നമുക്ക് ഇതിലേക്ക് കറിയൊന്നും വേണ്ട. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ചോറ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പച്ചരി നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കണം. ഇനി ആദ്യം തന്നെ ഞാൻ ഈ ഒരു ചോറിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തന്നെ കുക്കറിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ലൊരു ബിരിയാണിയുടെ ഒരു രുചിയൊക്കെ ഉള്ള നല്ലൊരു ചോറ് തന്നെയാണിത്. ഇതിലേക്ക് ഞാൻ ഒരു മുറി സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മസാല കൂടുതൽ വേണമെങ്കിൽ ഒരു സവാളയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു 3 തക്കാളിയെങ്കിലും ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തക്കാളിയുടെ ഒരു ടേസ്റ്റ് നന്നായിട്ട് തന്നെ മുന്നിട്ട് നിൽക്കണം ഈ ഒരു ചോറിലേക്ക്. ഇനി ഇതിലേക്ക് മല്ലിയില പുതിനയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് മാഗി ക്യൂബിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ഒരു കട്ട മാഗി ക്യൂബൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാൻ ബിരിയാണിയുടെ മസാലപ്പൊടി ഉണ്ടല്ലോ, ബിരിയാണിയിലേക്ക് ഇടുന്ന കറുകപ്പട്ട ഗ്രാമ്പു ഏലക്കൊക്കെ പൊടിച്ച ആ ഒരു പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഗ്രാമ്പു ഏലക്ക പട്ടയൊക്കെ നമുക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊടിയായിട്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക്, കുരുമുളക് പൊടി, മുളക് പൊടി അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി 1/4 സ്പൂണും അതുപോലെ തന്നെ ചിക്കൻ മസാലപ്പൊടി ഒരു 2 സ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു അരി നന്നായിട്ട് തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഞാനിതാ ഒരു മുറി നാരങ്ങയുടെ നീരൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പച്ചരി നന്നായിട്ട് തന്നെ ഇതിൻ്റെ വെള്ള കളർ പോകുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം. ചൂടുവെള്ളത്തിലും ലാസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് തന്നെ കഴുകിയെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് 3 മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു 4 മുട്ട വരെയെങ്കിലും ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് തന്നെ മുട്ട നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനൊരു 3 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒഴിച്ച ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്. ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞിട്ടേ ഇത് തുറക്കാവൂ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് കുക്കർ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തുറന്നതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പീസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മുട്ടയിലൊക്കെ മസാല നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇതിലേക്ക് നമ്മുടെ ഒരു കഴുകി വെച്ച അരി ഇട്ട് കൊടുത്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അരി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ തക്കാളി ഒരു 3 എണ്ണമെങ്കിലും കുറഞ്ഞത് ചേർത്ത് കൊടുക്കണം. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് തക്കാളിയുടെ. ഇനി കുറച്ച് നേരം ഈ ഒരു റൈസ് ഇതിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ മസാലപ്പൊടികളൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് ഈ ഒരു സമയത്ത് തന്നെ നോക്കുക. ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടി കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് ചോറിലേക്ക് അത്ര വലിയ ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. ചെറിയൊരു എരിവ് മതിയാകും. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് കേട്ടോ. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ 1 വിസിൽ വരെ മാത്രം മതി കേട്ടോ. നമ്മുടെ ചോറ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. ചോറ് അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വേറിട്ട് നിൽക്കുന്ന പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പോലും അറിയില്ല. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 1 വിസിൽ മാത്രം മതി കേട്ടോ. 1 വിസിൽ വന്ന ഉടനെ തന്നെ ഓഫാക്കാം. എന്നിട്ട് ഇതിൽ ആവി മുഴുവൻ പോയിട്ടേ തുറക്കാവൂ. നമ്മൾ പെട്ടെന്ന് തന്നെ ആവി കളഞ്ഞിട്ട് എടുക്കാൻ പാടില്ല. കുക്കർ ആവിയെല്ലാം പോയിട്ട് തുറക്കാം. ഇപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്.